കായലിൽ വന്ന് നിൽക്കാൻ കൃപ തന്ന ദൈവത്തിനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിൽവി. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ ഉവാപ്പള്ളി എന്ന നാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ എടത്തൊട്ടി ഇടവകാംഗമാണ്. ഞാൻ അതിനു മുന്നേ എടത്തൊട്ടിയിൽ ആകുന്നതിന് മുന്നേ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് മണിക്കടവിലായിരുന്നു. അപ്പം മണിക്കടവിൽ നിന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആലപ്പുഴയിലെ കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നല്ലതായിരുന്നു. ആ സമയത്ത് എനിക്കൊരു വേറൊരു കാര്യം കൊണ്ട് നടുവിന് തളർന്നു പോയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അത് മാറി കിട്ടി. അപ്പോഴാണ് ആ ചേച്ചി എന്നോട് പറയുന്നത്, നീ ഇങ്ങനെ എപ്പോഴെങ്കിലും സമയം കിട്ടിയെങ്കിൽ നീ ഒന്ന് ആലപ്പുഴ പോകണമെന്ന് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം എനിക്ക് അവിടെ നിന്ന് ലീവ് കിട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഷോപ്പിൻ്റെ ഉടമ എപ്പോഴും വരാറില്ല. അപ്പോൾ അത് ലീവാക്കി പോരാൻ പറ്റിയില്ല. ഞായറാഴ്ച ഒരു ദിവസം എനിക്ക് ലീവുള്ളൂ. ആ ദിവസം എനിക്ക് കുടുംബശ്രീ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ കാര്യം പറഞ്ഞിങ്ങനെ ഓരോ പ്രശ്നം കൂടി ഞാനിങ്ങനെ അത് മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് പിന്നെ വഴിയില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു വീട്. അതൊരു ചെറിയ വീടായിരുന്നു, ഇച്ചിരി പഴക്കമുള്ള വീടായിരുന്നു. അപ്പോൾ എപ്പോൾ മഴ പെയ്യുമ്പോഴും ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും മോനും മാത്രമേ ഉള്ളൂ. മോൻ ജോലി സ്ഥലത്താണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വരുമ്പോൾ ഇങ്ങനെ ആ വീടിൻ്റെ സെൻട്രൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ കഥ തുറന്ന് കയറുമ്പോൾ ഞാൻ കാണുന്നത് വെള്ളം ഒഴുകുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈശോ എനിക്ക് നനയാത്ത ഒരു വീട്ടിലൊന്ന് വന്ന് കയറാനുള്ള ഒരു ഇട തരണേന്ന്. അന്നേരം ഞാൻ ഒരു പ്രാവശ്യം ചേച്ചി വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നീ എന്തായാലും ഒന്ന് ഈ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഞാനിവിടെ 2019 ഒക്ടോബറിൽ വന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു വെച്ചാൽ ഫസ്റ്റ് നിയോഗം ഇതായിരുന്നു, ഞാനിപ്പോൾ ഈ താമസിക്കുന്ന വീട് സ്ഥലം എനിക്ക് വിൽക്കാൻ പറ്റണം. കാരണം എന്താ വെച്ചാൽ അവിടെ വഴിയില്ല. അവിടെ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. സാധനം കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വീട്ടിൽ വേറെ ആളില്ലാത്തത് കൊണ്ട് ഞാനൊരു ബ്രോക്കറെ ഏൽപ്പിച്ചാൽ അവരതിനകത്ത് ഭയങ്കരമായിട്ട് കമ്മീഷൻ മേടിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവേ ഒരു ബ്രോക്കർ ഇല്ലാണ്ട് എനിക്ക് വീട് സ്ഥലം നേരിട്ട് വിൽക്കാൻ പറ്റണം, കാരണം അത്രയും കൂടെ പൈസ എനിക്ക് കിട്ടുമല്ലോ എന്ന്. അതുപോലെ തന്നെ എനിക്ക് 6 മാസത്തിനുള്ളിൽ ആ വീട് സ്ഥലം നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് തന്നെ കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ആ നാട്ടിൽ ഞാനൊരു സേഫായിരുന്നു. കാരണം അവിടെയുള്ള ആൾക്കാരായിട്ട് ഞാൻ നല്ലപോലെ ഇടപഴകി. ഞാൻ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താവശ്യത്തിന് അവർ വരുമായിരുന്നു. അത് പിന്നീട് ഞാനിവിടെ വന്ന് നിയോഗം വെച്ചത് ആ നാട്ടിൽ തന്നെ എനിക്കൊരു സ്ഥലം എടുക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ചെറിയ സ്ഥലം കഷ്ണം ഇങ്ങനെ കാണുമായിരുന്നു. ഇവിടുന്ന് കിട്ടിയ ഉപ്പ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ആ പോകുമ്പോൾ ശകലം ഉപ്പ് ഇട്ടിട്ട് നീ ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. ആ സ്ഥലത്തിന് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ സ്ഥലം നിനക്ക് തന്നെ ഒന്ന് കിട്ടണമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ കടയിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഈ ഉപ്പ് ഇച്ചിരി ഇടും, ആരും കാണാണ്ട് ഇടും, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പോകും. എന്നിട്ട് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഉടമയോട് ചെന്ന് അത് ഞാൻ നേരിട്ട് തന്നെ ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന സമയത്ത് മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവ് ഇതും ബ്രോക്കറൊന്നും ഇല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണം, കാരണം അവർക്കൂടെ കൊടുക്കാനുള്ള പൈസ എൻ്റെ അടുത്തില്ല, എൻ്റെ അവസ്ഥ അറിയാമല്ലോ എന്നെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ആ ചേട്ടനുമായിട്ട് നേരിട്ട് കണ്ടു, ഞാൻ അവിടെ അവരുമായിട്ട് സംസാരിച്ചു. ആ സ്ഥലം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ മുഴുവൻ പൈസയില്ല വീട് വെക്കണമെങ്കിൽ. അതിന് ശേഷം ഞാൻ ലോണിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് സിവിൽ സ്കോറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമ്പോൾ അവർ പറഞ്ഞു ഇത്ര സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു, നീ ഈ ഡോക്യുമെൻറ്റിലെല്ലാം ആ ഉപ്പോ അല്ലെങ്കിൽ ഉടമ്പടി തൈലോ തൊട്ടിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നീ അവരുടെ അടുത്ത് ഒന്നുകൂടെ ചെന്ന് മാനേജറെ ചെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ലോണ് മകൻ്റെ പേരിൽ തരാം, അന്നേരം പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഉടമ്പടി ഉപ്പും തൈലവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ലോണ് പ്രശ്നമൊന്നും അല്ലാണ്ട് കിട്ടി. എനിക്ക് നല്ലൊരു വീട് പണിയാൻ പറ്റി കഴിഞ്ഞപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സ്ഥലം നീളത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം താഴത്തെ നിലയിൽ 2 റൂം എടുക്കാനുള്ള ഇടയില്ല, മുകളിൽ വേണമായിരുന്നു റൂം എടുക്കാനായിട്ട്. അന്നേരം അതിനുള്ള പൈസയും കൂടെ ഇല്ലാത്തത് കൊണ്ട് അത് പയ്യെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴത്തെ നില അവിടെ നിർത്തി മുകളിലത്തെ നില എടുക്കാണ്ട് വെച്ചു. ആ സമയത്ത് നമുക്ക് കിണറില്ല, ഈ കാലി സ്ഥലം മാത്രമായിരുന്നു ഞാൻ മേടിച്ചത്. ഞാൻ കഴിഞ്ഞ 2024 ജൂൺ മാസം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ വെച്ചൊരു നിയോഗമാണ്, മാതാവേ എനിക്കൊരു കുടിവെള്ളം അത് വേറൊരാളുടെ വീട്ടിൽ നിന്നല്ലാണ്ട്, അപ്പം നമ്മൾ ഇച്ചിരി ദൂരെ നിന്നൊരു വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ആ വീട്ടുകാർ ആ സ്ഥലം വിൽക്കാൻ പോവുക, വേറൊരാൾക്ക് വിൽക്കാനായിട്ട് അവരത് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു, മാതാവേ കുടിവെള്ളമാണ്, അതെനിക്ക് എങ്ങനെയാണേലും തരാണ്ടിരിക്കരുതെന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിയോഗം വെച്ചിട്ട് പോയി. അപ്പം നമ്മുടെ ഈ എടുത്തിരിക്കുന്ന സ്ഥലം വെട്ടുകല്ല് കുത്തുന്ന സ്ഥലത്തിനോടടുത്താണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒരു കാരണവശാലും സെൽവി ഇവിടെ നിനക്ക് കിണർ കുത്താനാവില്ല, കുഴക്കിണറേ അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ കുഴക്കിണർ. എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇഷ്ടമില്ലാത്തൊരു ഇതാണ്. ഞാൻ മാതാവിനോട്, മാതാവ് എനിക്ക് കുഴക്കിണർ വേണ്ട, എനിക്ക് കിണർ മതി, അതെങ്ങനെയാണേലും നീ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകന് ജോലി സ്ഥലത്ത് നിന്ന് എന്നോട് പറഞ്ഞു, അമ്മ പറയുന്ന പോലെ എല്ലാവർക്കും കുഴക്കിണറാണേലും നമുക്ക് പൈസ ഉണ്ടാവുമല്ലോ, കിണർ കുത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരുമെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി വെച്ചതാ മോനെ, അത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം കഴിഞ്ഞ ഡിസംബറിൽ ആദ്യം ആശാരി വന്ന് കുറ്റി അടിച്ചു കഴിഞ്ഞപ്പോൾ 14 കോല് വെള്ളം കിട്ടും,
എന്ന് പറഞ്ഞ് കുറ്റി അടിച്ചിട്ട് പോയി. അപ്പോഴും എന്നോട് എൻ്റെ മോൻ ചോദിക്കുന്നത്, അമ്മയുടെ ഒറ്റ വിശ്വാസത്തിലാണ്, എനിക്ക് ഒരു വിശ്വാസമില്ല ഇവിടെ വെള്ളം കിട്ടുമെന്ന്, മമ്മിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് ഇറങ്ങാവുള്ളൂ. ഞാൻ പറഞ്ഞു, എടാ മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല, ഇത്രയും നടത്തിയ ദൈവത്തിന് അറിയാം, മാതാവ് അത് ദൈവത്തോട് പറഞ്ഞ് എങ്ങനെയും പ്രാർത്ഥിച്ച് നമുക്ക് മേടിച്ച് തരുമെന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിൽ കിണർ കുത്താൻ വന്നു. ആൾ വന്നു. ഫസ്റ്റിലത്തെ ദിവസം ഹിറ്റാച്ചി കൊണ്ട് ഇങ്ങനെ കുറച്ച് അവരിങ്ങനെ മാന്തി അവരെ കൊണ്ട് മാന്തുന്ന പറ്റത്തില്ല. ഇപ്പം എനിക്കത് പറയാൻ അറിയത്തില്ല, എന്നാ ചീനച്ചട്ടി കല്ലെന്നോ അങ്ങനെ എന്തോ ഒരു കല്ലാണ് അവർ കണ്ട്. അവരന്നേരം പറഞ്ഞ്, ചേച്ചി ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇതിനിപ്പോൾ നമ്മുടെ കയ്യിലല്ല, പണിക്കാരുടെ ആരുടെയും കയ്യിലല്ല ഈ സംഭവം ഇരിക്കുന്നത്, ഇതിന് ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ് ഇരിക്കുന്നത്. അന്നേരം ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണിക്കൂടെ രണ്ടും കൂടെ ഇങ്ങനെ ഞാൻ പൊട്ടി കരയുവാണ്, അവിടെ തിന്നാൻ നിന്നിട്ട് കരയുവാണ്. എൻ്റെ മാതാവ്, ഞാനിനി എന്നാ ചെയ്യേണ്ടത്, ഒരാളില്ല ആശ്രയത്തിന്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ നിനക്ക് മാത്രമേ പറ്റുള്ളൂ, കാരണം ഇത്ര തുകയും നമ്മുടെ കയ്യിലുള്ളൂ, ഇതിനെന്ത് ചെയ്യണം നമുക്കറിയില്ല. അതായത് നമുക്ക് 7.5 സെൻറ്റ് സ്ഥലമാണ് മേടിച്ചിരിക്കുന്നത്. ആ 7 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് ഈ മണ്ണാണ് എടുത്ത് നമ്മൾ വേറൊരു കുഴിക്കാത്തോട്ടാണ്, തൊട്ടപ്പുറത്തൊരു വെട്ടുവെല്ലാം കുഴിയാണ്, അങ്ങോട്ടാണ് ഇടുന്നത്. ഇത് മൂടാനും പറ്റിയാലും ഒന്നും പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടി, ഇവിടുന്ന് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് അപ്പം എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന താഴ്ചയില്ല, അതിലും കുറച്ചുകൂടി അങ്ങ് താന്നായിരുന്നു കിറ്റാച്ചിയോട് മാതിപ്പം തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് കുരിച്ച് വരയ്ക്കും, ഞാൻ ഇവിടുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഈ മിഷ്യൻ വെച്ച്, എനിക്കത് പറയാൻ തന്നെ, കംപ്രസർ അങ്ങനെ എന്തോ ഒരു സാധനം വെച്ച് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ പിന്നെ അവർ തൈലം വെച്ച് കുരിശ് വരയ്ക്കും, ഞാൻ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഈ കിണർ കുത്തിക്കൊണ്ട് നിന്ന സമയത്താണ് കഴിഞ്ഞ ഡിസംബറിൽ മഴ പെയ്യുന്നത്. ഭയങ്കര മഴ പെയ്തു. അപ്പം കിണർ കുത്തങ്ങ് നിർത്തി വെച്ചു. കുറച്ച് വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എന്നാൽ ഇത് വെള്ളം കിട്ടിയതായിരിക്കും എന്ന് ഓർത്ത് സന്തോഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മഴ മാറിക്കഴിഞ്ഞപ്പം വെള്ളമില്ല. പിന്നെ ഇവർ പണിക്കാർ വന്ന് കുത്തി 10 കോലും ഈ മിഷ്യൻ വെച്ച് കുത്തുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മോന് ചിക്കൻ ബോക്സ് ആയിട്ട് ജോലി സ്ഥലത്തുനിന്ന് വന്നവൻ വീട്ടിലുണ്ട്. അവന് ഓരോ ദിവസം, അപ്പം എനിക്ക് സ്വന്തമായിട്ട് കടയാണ് എടൂര്. ഞാൻ ഈ ജോലി ചെയ്ത കടയിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് ഒരു കട വയ്ക്കാനൊക്കെ മാതാവ് എനിക്ക് കൃപ തന്നായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം കൊച്ചനോട്, അമ്മേ 10 കോല് താന്നു. 10 കോല് താന്നിട്ട് മമ്മി എന്താ പറയുന്നത്, പൊടി മണ്ണാണ് വരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. അമ്മ എനിക്ക് പേടിയാണ്, കയ്യിലെ പൈസയും തീർന്നു, ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പം ആ കടയിലൊരു നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചെറിയൊരു റൂമുണ്ട്. കടയുടെ പുറത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം കാണും, എന്താ കരയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർക്കോട് ഇത് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പുച്ഛം തോന്നുള്ളൂ. ഞാൻ വേഗം ഈ കാശിരവും കൊണ്ട് ആ കടയ്ക്കകത്ത് കയറുന്നിട്ട് ഞാനൊരു ആദ്യമായിട്ടാണ് അത്രയും ചങ്ക് പൊട്ടി ഞാൻ കരയുന്നത്. എൻ്റെ മാതാവേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീടിൻ്റെ തൊട്ട് മുറ്റത്താണ് ഈ കുഴി, ഇത്രയും 10 കോല് താന്ന ആ കുഴി, അതിന് എങ്ങനെ ഞാൻ മൂടാണ്ടിരിക്കും, എന്ത് ചെയ്യണം, നിനക്ക് മാത്രമേ എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റുള്ളൂ, നിന്നിൽ വിശ്വസിച്ചിട്ടാണ് ഞാനിത് പോകുന്നത്. എനിക്കറിയത്തില്ല ഞാൻ അന്നെന്തെല്ലാം എൻ്റെ അമ്മയോട് പറയുന്ന പോലെ തന്നെ, എൻ്റെ മരിച്ചുപോയ അമ്മയോട് ഞാനൊരു ആവലാതി പറയുന്ന പോലെ തന്നെ കുറേ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ കാശിരും എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ കൊച്ചു പറഞ്ഞ് പണിക്കാർ പോയി മമ്മി എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അത്ര വലിപ്പത്തിൽ ഒരു ശകലം വെള്ളം അതിൻ്റെ അടിയിൽ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ ഇതല്ലേ വെള്ളം? അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാ ദിവസവും ഇങ്ങനെയുണ്ട് മമ്മി, ഇത് രാവിലെ ആകുമ്പോഴത്തേനും അങ്ങ് വലിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുരിശ് വരയ്ക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ കരഞ്ഞോണ്ട്. അപ്പോൾ ഇവന് കരയുന്ന അത്ര ഇഷ്ടപ്പെടുകയില്ല കുരിശ് വരയ്ക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇവൻ കിടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് കരയും, എൻ്റെ മാതാവേ എങ്ങനെയെങ്കിലും 2 ദിവസം കൊണ്ട് വെള്ളം കാണണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ ഈ പണിയുന്ന ആൾക്കാർ അവർ രാവിലെ 6 മണിക്ക് വരും. 6 മണിക്ക് വന്നിട്ട് ഈ കിണറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അവർ വെട്ടം കാണാൻ വേണ്ടി. അത്ര രാവിലെ വന്നിട്ടാണ് അവർ കിണർ കുത്തുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ അവരെന്നെ തട്ടി വിളിച്ചു. അപ്പം ഞാനോർത്ത് ബ്രേക്ക് ഇറങ്ങാൻ താന്നു പോയിട്ടാണെന്ന് ഓർത്ത് ഞാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ 2 കോൽ നിറച്ച് വെള്ളമുണ്ടായിരുന്നു ആ കിണറ്റിൽ. ഒരു തുള്ളി വെള്ളമില്ലാണ്ടിരുന്ന കിണറ്റിൽ 2 കോൽ നിറച്ച് വെള്ളം. അത്രയ്ക്ക് അമ്മ മാതാവിൻ്റെ ഒരു അത്ഭുതം അല്ലാണ്ട് വേറെ യാതൊന്നുമല്ല. കാരണം പണിക്കാർ കുത്തിപ്പോയ സമയത്ത് ഒരു തുള്ളി വെള്ളം കാണാണ്ട് പോയി അവർ 11:30 ആയപ്പോൾ പണി നിർത്തി പോകുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. രാത്രി 6:15 ഞാൻ കട അടച്ച് വരുമ്പോൾ ഞാനൊരു കണ്ണിൻ്റെ അത്രയും വലിപ്പത്തിലൊരു വെള്ളം കിട്ടും. അത് സാധാരണ ആ ഒരു സമയമാകുമ്പോൾ അങ്ങനെ ഉള്ളതായിരുന്നു. അന്ന് രാത്രി നേരം വെളുത്തി പണിക്കാർ വരുമ്പോൾ 2 കോൽ വെച്ച് വെള്ളമാണ്. അതേപ്പം തന്നെ കിണർ ഇടിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടിഞ്ഞു കഴിഞ്ഞ് അന്ന് തന്നെ അവർ കല്ലിറക്കി തന്നു, കിണർ കെട്ടി. ഞങ്ങൾക്ക് ആവശ്യത്തിന് മിച്ചമുള്ള വെള്ളം തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, താഴത്തെ ഒരു നിലയുണ്ടായിരുന്നു. അപ്പോൾ ഒരു നിലയുടെ പണിയെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു നില ഒരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നിയോഗത്തിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുതുക്കുന്ന സമയത്ത് ഞാൻ വെച്ചായിരുന്നു, അമ്മേ മാതാവേ എനിക്ക് മുകളിൽ ഒരു റൂം എടുക്കാനുള്ള, ഒരു റൂമും കൂടെ എടുക്കാനുള്ള ഒരു കൃപ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അമ്മ മാതാവ് എനിക്ക് 2 റൂം എടുക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിച്ചു. അത് ഞാനിങ്ങനെ കാശ് രൂപം വെച്ചിട്ടാണ്
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഉപ്പും തടവിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, കാരണം എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അമ്മ മാതാവ് അത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് പത്രം കൊണ്ടുവന്നിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് എടൂരാണ്. അപ്പോൾ എടൂരുള്ള കടകളിൽ, ഇരിട്ടിയിലുള്ള കടകളിൽ ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവരെ പോയി കാണും. പിന്നെ പാവപ്പെട്ടവരുള്ളവർക്ക് വസ്ത്രങ്ങൾ കൊടുത്ത് സഹായിക്കും. അതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെയധികം ക്ഷമിക്കാനും സഹിക്കാനുള്ള കൃപ അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ മേടിച്ചു തന്നു. അതുപോലെ എനിക്കിങ്ങനെ ഞാൻ ഓർത്ത് വയ്ക്കുമായിരുന്നു, ഒരാൾ എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ എപ്പോഴും എനിക്ക് വേദനിക്കുന്നതിൻ്റെ ആഴവേ ഞാൻ ചിന്തിക്കണ്ടായിരുന്നു. മറ്റൊരാൾ വേദനിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു ഇതില്ല, അത് മെനക്കെടുമില്ലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം അങ്ങനെ ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു പറയുമ്പോൾ നമുക്ക് സാരമില്ല, അത് പോട്ടെ, ക്ഷമിക്കാനുള്ള ഒരു കൃപ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെ പള്ളിയിൽ പോകുന്നതിന് വെച്ചാൽ ഞാൻ കൃത്യസമയം ഇങ്ങനെ നോക്കി നിൽക്കും, ഇത്ര മിനിറ്റ് കൊണ്ട് നടന്ന് അവിടെ എത്താം, അങ്ങനെ നോക്കി പോകുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഇപ്പം അതല്ല, കൃത്യമായിട്ട് കുർബാനയിൽ സംബന്ധിക്കാനും മുഴുവൻ കുർബാന കൂടാനായിട്ടും അത് മുടങ്ങാണ്ടിരിക്കാനും കുമ്പസാരിക്കാനും അതുപോലെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതിൽ മാസത്തിൽ ഒന്നെങ്കിലും, അതിൽ കൂടുതലല്ലാണ്ട് ഒന്നെങ്കിലും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാനുള്ള ഇത് ഞാൻ കണ്ടെത്തുന്നുണ്ട്. കോടാനുകോടി നന്ദി പറയുന്നത്, എന്നെ കഴിഞ്ഞ 4 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ കാൽപ്പാടുകളോ കാണാൻ ഒരിക്കലിടത്തും ഉണ്ടാകിയാലും എനിക്ക് ഉറപ്പുണ്ട്. കാരണം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാനും എൻ്റെ മോനും തിരുക്കുമാരൻ്റെ കൈകളിൽ അത്രയ്ക്ക് ഭദ്രമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി നടന്നതും സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഈശോ ആയിരുന്നു. കോടാനുകോടി നന്ദി പറയുന്നു. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം വചനമാണ് നാം കേട്ടത്. ദൈവം തന്റെ ജനത്തെ വ്യക്തിപരമായി സ്നേഹിക്കുകയും അവരെ വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യും. ദൈവം വലതുകൈ പിടിച്ച് നയിക്കുന്ന ഒരു മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മകൾ പറഞ്ഞതുപോലെ വീട് സ്ഥലവും വിൽക്കുവാൻ ശ്രമിച്ചു. ഉടമ്പടി എടുത്ത 6 മാസത്തിനകം പരിശുദ്ധ അമ്മയും ഈശോയും കൂടി ചേർന്ന് നിന്ന് ആ മകളുടെ കാര്യമെല്ലാം നടത്തിക്കൊടുത്തു. വീട് വെക്കാനുള്ള സമയമായപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് വീട് വെക്കുന്നതിന്റെ കാര്യമെല്ലാം ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ ചേർന്ന് നിന്ന് ഈ മകളുടെയും മകന്റെയും ജീവിതത്തിൽ ആ കാര്യവും നടത്തിക്കൊടുത്തത്. പിന്നീടുള്ളത് ലോണിൻ്റെ ആയിരുന്നു. സിവിൽ സ്കോർ ഇല്ലായിരുന്നു. അവിടെയും ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. ഉടമ്പടി വസ്തുക്കളെ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. സിവിൽ സ്കോറിനുള്ളതും ലോണിൻ്റെ സാങ്ഷനായി. പിന്നീട് വന്നത് കിണറ്റിലെ വെള്ളം. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വചനമാണ്. അസാധ്യമായിട്ടൊന്നുമില്ല. വളരെ അത്ഭുതകരമായാണ് ഈ ഉടമ്പടി മകളുടെ ജീവിതത്തിൽ ഈശോയും പരിശുദ്ധ അമ്മയും കിണറ്റില് വെള്ളം നൽകി ഇവരെ അനുഗ്രഹിച്ചത്. മകന് പോലും സംശയമായിരുന്നു. ഈ മകളുടെ വിശ്വാസവും പ്രാർത്ഥനയും ആണ് ജീവജലം നൽകി ഇവരെ അനുഗ്രഹിച്ചത്. നമ്മൾ വിശ്വസ്തതയും സത്യസന്ധവുമായി ആത്മാർത്ഥതയുടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ്, നമ്മൾ നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് ഈശോയുടെ അനുഗ്രഹവും കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും ഈശോ കൃപകളായാണ് നമുക്ക് നൽകുന്നത്. സെൽവി ജോസ് എന്ന മകൾക്കും കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും ചേർന്ന് നിന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.